ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മളുടെ തമ്പനിയിൽ കണ്ടപോലെ കോഴിക്കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു പച്ചമരുന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ആർക്കും ഇഷ്ടമാണ് ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലാണെങ്കിൽ ഒരു 90 സബ്സ്ക്രൈബർ ആയാൽ നമുക്കൊരു 2K സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണും, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പച്ചമരുന്ന് വെച്ചാൽ നമുക്ക് കോഴിക്കുട്ടികൾക്കൊക്കെ അസുഖം ഉണ്ടെങ്കിലും അതുപോലെ ചുമയ്ക്ക് അതുങ്ങളുടെ കഫക്കെട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ കിട്ടും. അപ്പോൾ അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അവർക്കൊരു ആഴ്ചയിലൊരു 2 ദിവസമൊക്കെ നമുക്കിത് അരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർ അരച്ചിട്ട് അവരുടെ വെള്ളത്തിൽ കൊടുക്കുക, അല്ലെങ്കിൽ അരച്ചിട്ട് നേരെ ഡയറക്റ്റായിട്ട് ഉരുട്ടി അങ്ങനെ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ കിട്ടും കുറുക്കിയിട്ട്. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ട് നമ്മുടെ ആദ്യം തുളസിയില എടുക്കണം. അപ്പോൾ ഈ തുളസിയില കൃഷ്ണ തുളസിയാണോ നമുക്കറിയത്തില്ല, എന്തായാലും സാധാരണ നമ്മൾ തുളസിയില എല്ലാ ചുമയ്ക്കൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഞാനിവിടെ കുറച്ച് തുളസിയില എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൃഷ്ണ തുളസിയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ തുളസിയില വെച്ചാൽ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ കുറേ നിൽപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉണക്കാണ് നമ്മൾ അതിൻ്റെ ചോട്ടിലെ കരിയിലൊന്നും അടിച്ച് വാരിയിട്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ അടി നനവ് കിട്ടണം, അതുകൊണ്ട് കരിയിലൊന്നും അടിച്ച് വാരിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ പനിക്കൂർക്കാണ് എടുക്കണം. അപ്പോൾ പനിക്കൂർക്ക ഞാൻ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മൂടേ ഉള്ളൂ. അപ്പോൾ മഴ പെയ്ട്ട് ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒടിച്ച് മാറ്റി വെക്കണം കേട്ടോ. ഇപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മൂത്ത തണ്ടാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ അടിയിലോട്ട് പോയാൽ നമുക്ക് ഇനിയിപ്പോൾ ഒടിച്ചാൽ ഇപ്പോൾ ഉണക്കൽ വരാം, അപ്പം എല്ലാം നശിച്ചു പോകും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ നമ്മുടെ പനിക്കൂർക്ക ഒടിച്ചിട്ട് ഞാൻ അതിൻ്റെ ചോട്ടിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒടിച്ചതിൻ്റെ ആവശ്യമാണ് അവർക്ക് കാണുമല്ലോ. അപ്പം കാരണം ഇപ്പോൾ പകൽ മൊത്തം എന്താ പറയുക വെയിൽ കൂടി കിടക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് പനിക്കൂർക്കയുടെ ഇല ഒടിച്ചിട്ട് അതിൻ്റെ ചുറ്റിനും കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഞാൻ കഴിഞ്ഞ ഷോട്ടിൽ കാണിച്ചായിരുന്നു നമ്മളുടെ പോയൊരു പനിക്കൂർക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 2-3 തണ്ട് ഒടിച്ചിട്ട് ഞാനൊരു നമ്മളുടെ കറ്റാർവാഴയുടെ ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കുറച്ച് വെള്ളം പിടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ടാണ് നമ്മളുടെ പോയ പനിക്കൂർക്ക, ഇതാണ് നമ്മളുടെ പോയ പനിക്കൂർക്ക. അപ്പോൾ വെയിലായതുകൊണ്ടാണെങ്കിൽ ഇത് മൊത്തം വാടിയൊക്കെയാണ്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ മഴയാകുമ്പോൾ ഇത് പുതിയ തണ്ട് വരും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് നമ്മുടെ കൃഷ്ണ തുളസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃഷ്ണ തുളസി ആണോ എന്ന് കറക്റ്റ് എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് കൃഷ്ണ തുളസി ആണെന്നാണ് പറയുന്നത് വീട്ടിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഇത് കൃഷ്ണ തുളസി ആണോ എന്ന്. അപ്പോൾ ഈ ഒരു തുളസിയില ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തുളസിയില നമ്മുടെ മുറ്റത്ത് നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തുളസിയില അതിൻ്റെ തണ്ടും അതുപോലെ അതിൻ്റെ പൂവോട് ചേർത്ത് എടുക്കണം. പിന്നെ അതിൽ ഇത് നമ്മുടെ ഒരു മഞ്ഞളാണ്. അപ്പോൾ അതിനകത്ത് മഞ്ഞൾ അത് ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ മഞ്ഞളിൻ്റെ ഒരു കഷ്ണം എടുക്കുന്നില്ല, നേരെ നമ്മളുടെ മഞ്ഞൾ പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ പനിക്കൂർക്ക് അതുപോലെ തുളസി 2 ഇനം തുളസി, ഇപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കുരുമുളക് പൊടിയാണ് എടുക്കുന്നത്. നമ്മൾ കുറച്ച് കുരുമുളക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുരുമുളകിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ തുളസിയിലയും അതുപോലെ നമ്മുടെ പനിക്കൂർക്കയും കൂടെ നമ്മൾ നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളുടെ കുരുമുളക് ഇവിടെ തന്നെ നമ്മൾ പൊടിച്ച കുരുമുളക് കേട്ടോ. ഇപ്പോൾ അതില്ല നിങ്ങളുടെ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയാണെങ്കിലും അങ്ങനെ ആയാലും മതി കേട്ടോ, കുരുമുളക് വീട്ടിലൊന്നും ഇല്ലാത്തവർ. ഇപ്പോൾ കുരുമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കഷ്ണം ഇഞ്ചിയോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ 2 കൊച്ചുള്ളിയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ കുരുമുളക് ഞാൻ ഇട്ടിട്ടില്ല, അല്ലാതെ നമ്മൾ തുളസിയിലെയും പനിക്കൂർക്കയുടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുത്തിട്ട് ഞാനൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളുടെ കുരുമുളക് പൊടിയും അതുപോലെ കുരുമുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി അതുപോലെ നമ്മളുടെ ഇഞ്ചി ആണെങ്കിൽ എടുക്കാം കേട്ടോ. അതുകൊണ്ട് നമ്മളുടെ മഞ്ഞൾപ്പൊടി, ഇപ്പോൾ ഞാൻ നിന്നൊരു മഞ്ഞൾ ഞാൻ എടുത്തിട്ടില്ല, കാരണം ഒരു മൂടേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ കടയിൽ നിന്ന് മേടിച്ച മഞ്ഞൾപ്പൊടിയാണ് കുറച്ച് ചേർക്കുന്നത്. അതും കൂടി ചേർന്ന് നല്ലപോലെ മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ മിക്സ് ആക്കുമ്പോഴത്തേന് ഇതിപ്പോൾ കുറച്ച് വെള്ളം പോലെ ആണെങ്കിൽ തന്നെയും നമ്മുടെ കുരുമുളക് പൊടിയും അതുപോലെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർന്ന് കുറച്ചൊരു തിക്നെസ് വരും കേട്ടോ. അപ്പോൾ നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് എടുത്തിട്ട് വെച്ചാൽ നിങ്ങൾക്ക് ഇതേപോലെ ഉരുട്ടി അല്ലെങ്കിൽ ചെറിയൊരു നമ്മൾ ഉപയോഗിക്കാത്ത, അതായത് കോഴിക്കുട്ടികൾക്ക് ഉപയോഗിക്കായിട്ട് അവർക്ക് മാത്രമായിട്ടുള്ള സ്പൂണിൽ കോരി അവരുടെ വായിൽ കൊടുക്കുക, അല്ലെങ്കിൽ വയറ്റ് കൂട്ടി കയറാതരം കൊടുക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിലൊഴിച്ച് കൊടുക്കാനൊക്കെ ഏറ്റവും നല്ല ഇതുപോലെ കട്ടിയായിട്ട് കുറുക്കിയെടുത്ത് അവർ വായിലിട്ട് ഇറ്റിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്, ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അവർക്ക് അസുഖങ്ങളൊന്നും അധികം വരത്തില്ല. കാരണം ഇത് കൂടുതലും ചെയ്യേണ്ടത് നമ്മളുടെ കൂട്ടിലിട്ട് വളർത്തുന്നവർക്കും അതുപോലെ കൂട്ടിൽ വെളിയിൽ വിട്ടിട്ട് വലയിട്ട് ചുറ്റിനും വളർത്തുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തത് ഒരു ചെറിയൊരു കവറിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു കവർ അടിയിൽ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സന്ധിക്കാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഐസിങ് ബാഗിൽ കേക്കിൻ്റെയൊക്കെ ക്രീം ഒഴിക്കുന്ന ഐസിങ് ബാഗ് കൊണ്ട് അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അങ്ങനെ കോണാക്കിയിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ എനിക്കാണെങ്കിൽ ചിലതാണ് സക്സസ് ആയിട്ടില്ല, കാരണം എൻ്റെ ഐസിങ് ബാഗ് ഇല്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് കട്ടിക്ക് എടുത്തിട്ട് അവരുടെ വായിലോട്ട് തന്നെ നേരെ ഇട്ടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അവരത് കുടിക്കത്തില്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി അവരുടെ വായിലോട്ട് സാധാരണ നമ്മൾ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എനിക്കൊരു എളുപ്പത്തിന് വേണ്ടി ഞാൻ ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു കോഴിക്കുട്ടിയാണെങ്കിൽ നമ്മുടെ ഓടിൻ്റെ മണ്ടയ്ക്ക് കയറിക്കുക. അപ്പോൾ ഇത് ഇവിടെ സ്ഥിരം പരിപാടി സന്ധ്യയാകും. അപ്പോൾ അതിനെയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനും കൂടെ നമ്മൾ വായിൽ ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മരുന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും, സാധാരണ നമ്മളെല്ലാവരും നാട്ടിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ അഴിച്ചു വിടുന്നവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ കൂട്ടിലൊക്കെ ഇടുമ്പോൾ അവർക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുക്കുന്ന ഏറ്റവും നല്ല കേട്ടോ.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഇത് ഉച്ച സമയം കേട്ടോ. അപ്പോൾ ഇത് ഉച്ച സമയം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക നിങ്ങൾ. അപ്പോൾ ഇവിടെ ഞാനൊരു നമ്മളുടെ ഓമമരം വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷോർട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓമമരത്തിന് ആ ഓമമരം വെട്ടിയപ്പോഴാണെങ്കിൽ നമുക്ക് കുറേ ഓമയുടെ ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പൊടിക്കുന്നത് ഞാൻ കാണിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഓമയുടെ ഇല പൊടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കത് എന്താ പറയുക, കോഴിക്കുട്ടികൾ പെട്ടെന്ന് തിന്നുകയും ചെയ്യും. പക്ഷേ ഇലയായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലാഭമായിരിക്കും. കാരണം ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോഴാണെങ്കിൽ കുറേ ഇല വേണ്ടി വരികയും ചെയ്യും. അത് തന്നെയല്ലേ കുറേ നമുക്ക് നീരായിട്ട് അതിൻ്റെ ജ്യൂസായിട്ട് നമുക്ക് നഷ്ടമാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പൊടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഓമയുടെ ഇലയാണെങ്കിൽ കുറേ നമ്മുടെ മിക്സഡ് ജാറുകൾക്ക് ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ആ ട്രിപ്പ് ഇട്ടിട്ട് ചെറിയ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഡ്രിപ്പ് നമ്മൾ അരച്ചെടുക്കില്ല. അരച്ചെടുത്തിട്ട് ചെറിയൊരു തുണിയിൽ അല്ലെങ്കിൽ അരിപ്പയിലൊക്കെ ഇട്ടിട്ട് നമുക്കത് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇടുന്ന പൊടി എന്ന് പറയുന്നത് കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ അതേസമയം നമ്മൾ നേരെ ഈ ഇല നമ്മളുടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ തീറ്റയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നമുക്കും ലാഭമായിരിക്കും. അത് തന്നെയല്ല എന്താ പറയുക, നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കേണ്ട സമയം ലാഭിക്കുകയും ചെയ്യും. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ആ നീരെന്ന് പറയുന്നത്. അപ്പോൾ ആ നീര് തന്നെ എടുത്താണ് ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് അരയ്ക്കുന്നത്. കാരണം നമുക്ക് വേറെ നീരെടുത്താൽ നമ്മളുടെ ആ എന്താ പറയുക, നമ്മുടെ ഓമ ഇലയുടെ ആ ഒരു ഗുണം അങ്ങ് പോയി കിട്ടും. അതുകൊണ്ട് ഞാൻ ആ ഒരു നീര് തന്നെ എടുത്തിട്ട് രണ്ടാമത്തെ ട്രിപ്പ് അവർ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 2-3 ദിവസത്തേക്ക് നമുക്കിങ്ങനെ പൊടിച്ച് വെക്കാം കേട്ടോ. 3 ദിവസത്തിൽ കൂടുതൽ വെക്കാതിരിക്കാൻ നല്ലത്. കാരണം 3 ദിവസത്തിൽ കൂടുതൽ വെച്ചാൽ അത് എന്താ ഒരു കോഴികൾ തിന്നുന്നതന്നെ അല്ല, അതിൻ്റെ ആ ഗുണം അങ്ങ് നഷ്ടപ്പെടുകയും ചെയ്യും, ഒരു സ്മെല്ലൊക്കെ അടിക്കും കേട്ടോ. അതുകൊണ്ട് 3 ദിവസത്തിൽ കൂടുതൽ വെക്കാതിരിക്കുന്നതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പതിവ് പോലെ എടുക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാൻ എൻ്റെ ഈ മാസത്തെ കോഴിത്തീറ്റ തീറ്റ അറിയാം. അപ്പോൾ 6 കിലോ ഞാൻ മേടിച്ചത്. ഇനിയും 12-ാം തീയതി വരെ നമുക്ക് കോഴിത്തീറ്റ ഉണ്ട്. അത് കഴിയുന്നിടം വരെ നമുക്ക് പുതിയ കോഴിത്തീറ്റ മേടിക്കേണ്ടി വരും. അപ്പോൾ 6 കിലോയാണ് ഞാൻ ഒരു മാസത്തേക്ക് മേടിച്ച കോഴിത്തീറ്റയും തവിടും കൂടെ. അപ്പോൾ സാധാരണ നമ്മൾ എടുക്കുന്ന കുറച്ച് കോഴിത്തീറ്റയും കുറച്ച് തവിടും കൂടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ പൊടിച്ച് വെച്ച ഓമയുടെ ആ ഇലയും കൂടെ ചേർത്തിട്ട് നമ്മളുടെ ആ ബാക്കി വന്ന ജ്യൂസ് കാണുമല്ല, ആ ജ്യൂസും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ നല്ലപോലെ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ വെച്ചാൽ നമ്മൾ സാധാരണ കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുഴച്ച് വരുമ്പോൾ ഏറി വരും. കാരണം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. സാധാരണ ഞാൻ അങ്ങനെ കൊടുക്കാറ്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് തീറ്റ എടുക്കാറുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, അരച്ച് വെച്ച കുറച്ച് പച്ചമരുന്ന് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് ഞാൻ പകലെടുക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ അരച്ച് വെച്ച കുറച്ച് പച്ചമരുന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുറച്ച് പച്ചമരുന്നും കൂടെ ചേർത്ത് നല്ലൊരു മിക്സി ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ കാണിച്ചില്ല, തുളസിയില അതുപോലെ കുരുമുളക് പൊടി അതുപോലെ മഞ്ഞളും കൂടെ അരച്ചിട്ട് നല്ല ഉണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുക. കാരണം വെള്ളത്തിലേക്ക് അവർക്ക് ഒഴിച്ചു കൊടുത്താൽ അവർ കുറച്ച് വെള്ളം കുടിക്കത്തില്ല. കാരണം ആ സത്തെല്ലാം കൂടെ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും. അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും പോയിട്ട് ഇളക്കി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക, തീറ്റയിലേക്ക് തന്നെ മിക്സ് ചെയ്യുക. പിന്നെ ആ പാത്രം വരുന്ന നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ആ വെള്ളത്തിലേക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നേരെ നമ്മൾ പതുപോലെ കൂട്ടിപ്പോയിട്ട് നമ്മൾ കോഴിക്കുട്ടികളെല്ലാം തുറന്നു വിട്ടിട്ട് അവർക്ക് നമ്മുടെ ഈ തീറ്റ കൊടുക്കുക, നമ്മുടെ പച്ച തീറ്റ കൊടുക്കുകയാണ്. അത് നമ്മുടെ ഓമയില പൊടിച്ച തീറ്റ കൊടുക്കുകയാണ്. അപ്പോൾ വേണ്ടത് നമ്മുടെ കോഴിക്കുട്ടികളൊക്കെ ഇത്ര ആയിട്ടുണ്ട്. ഞാനിപ്പം കോഴിക്കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ തൊട്ടുള്ള നമ്മളെ വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു മാസം ആകുന്നു. അപ്പോൾ ഞാൻ 1 മാസം ആയ കോഴിക്കുട്ടിയാണ് മേടിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് 1 മാസം ആകുന്നു. അപ്പോൾ 2 മാസം ആകാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ആദ്യം തൊട്ടിടുന്ന ഷോട്ട് കാണാമായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞ പോലെ ബാക്കി വന്ന ആ ഒരു പാത്രത്തിൽ ചെറിയ പച്ചമരുന്നുണ്ട്. അത് ഞാൻ കലക്കി അവരുടെ പാത്രത്തിൽ നിന്ന് ഒഴിക്കുന്നതിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലും വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഉച്ച സമയമല്ലേ. അപ്പോൾ നിങ്ങളിങ്ങനെ കഴിവതും പരമാവധിയൊക്കെ ചെയ്യുക. അപ്പം എന്താ പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളെക്കൊണ്ട് ചെയ്യുന്ന പോലെയൊക്കെ അവർക്ക് അവരുടെ ക്ഷീണം മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് ലൈക്ക് ചെയ്യുക.